14ാമത് ഹരിവരാസനം പുരസ്കാരം ഏറ്റുവാങ്ങി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. സാംസ്കാരിക സംഗീത സൃഷ്ടികൾക്കും ഉപരിയായി താൻ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതയും സാമൂഹ്യബോധവുമാണ് ഹരിവരാസനം പുരസ്കാരത്തിന് തന്നെ അർഹനാക്കിയത് എന്ന് വിശ്വസിക്കുന്നതായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. താനും ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു എന്നും തനിക്ക് ലഭിച്ച പുരസ്കാരം തീർത്ഥാടന കാലത്ത് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായി വീതിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ ഒന്ന് കാണാൻ, പ്രാർത്ഥിക്കാൻ, പിന്നെ വഴിപാട് ചെയ്യാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നൊന്ന്, ഞാനും ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് പഴയ. എൻ്റെ അവാർഡ് ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ കഷ്ടപ്പെടുന്ന എത്രയോ എൻ്റെ അനിയന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്. അവർക്കെല്ലാമായിട്ട് ഞാൻ വീതിക്കുന്നു. ഞാൻ ഒരു പകുതി തളർന്നിട്ടുണ്ടെങ്കിലും എൻ്റെ പകുതി ഭാഗം കൊണ്ട് മാത്രം ജീവിക്കാൻ എനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ മുമ്പിൽ മിനിസ്റ്റർ എന്നോട് ഇങ്ങനെ അവാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ, പിന്നെ സന്നിധാനത്ത് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചോ. എനിക്ക് പറ്റും എന്ന് ഞാൻ പറഞ്ഞു. പറ്റുമെന്ന് പറയാൻ കാരണം എൻ്റെ ആത്മവിശ്വാസം മാത്രമാണ്, അല്ലാതെ എനിക്ക് കഴിയുന്നതായിട്ടിരുന്നല്ല. ആ ആത്മവിശ്വാസം ഭഗവാൻ അത് നേടിത്തന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് എന്താണ് ഹരിവരാസന പുരസ്കാരം, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമ്മൾ വൈകുന്നേരം മാത്രം, രാത്രി മാത്രം കേൾക്കുന്ന ഒരു കീർത്തനത്തിൻ്റെ മാത്രമല്ല, ആ ഭാവം ഉൾക്കൊള്ളാൻ വേണ്ടി അതിലത്തെ ഒരു പല്ലവിയും അനുപല്ലവിയും പാടുന്നു. എൻ്റെ മകൻ ദീപാങ്കരൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഹരിവരാസനം വിശ്വമോഹനം ഹരിരഥീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എടപ്പഴഞ്ഞി പാങ്ങോട് ശാസ്താ ക്ഷേത്രത്തിൽ ശാന്തിയായിരിക്കെ പ്രദേശത്ത് സാമുദായിക സൗഹാർദ്ദം വളർത്താനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പൂഞ്ഞാറിൽ ശാന്തിയായി പ്രവർത്തിക്കവേ ശമ്പളവും ദക്ഷിണയും വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അവിടുത്തെ ഭക്തരിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയത്. നിവേദ്യച്ചോറ് സാധാരണ ജനങ്ങൾക്ക് നൽകിയിരുന്നു. വിശന്ന് വലയുന്നവർക്ക് ഭക്ഷണം നൽകിയത് മഹാപുണ്യമായി ഭഗവാൻ കരുതും. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഹരിവരാസനം പുരസ്കാരത്തിന് തന്നെ അർഹരാക്കിയത് എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വേല സമുദായക്കാരായിട്ടുള്ള പാട്ടുകാരുണ്ട് താഴെ, അവിടുത്തെ അവരുടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൽ ഞാൻ ഇവിടുന്ന് പൂജ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. ഞാൻ അവരുടെ കൂടെ പാടാൻ പോകും. ഇതൊക്കെ സാംസ്കാരിക രംഗത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കി. അതുപോലെ എനിക്ക് രാവിലെ അവിടുത്തെ നിവേദ്യച്ചോറ് എനിക്ക് കഴിക്കാനുള്ള ചോറായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാൽ അവിടെ റോഡ് സൈഡാണ്. ആ റോഡ് സൈഡിൽ പോയി നിൽക്കുകയും റോഡിലേക്കൂടെ പാവപ്പെട്ട ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരെ നിർത്തിയിട്ട് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇല വെച്ച് അവർക്ക് വിളമ്പി കൊടുക്കും. ഈ ചോറ്, എൻ്റെ ചോറ് എല്ലാ ദിവസവും ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണത്തിന് കൊടുക്കും. എനിക്ക് ഭക്ഷണം അവിടെ കോവിലകത്ത് കിട്ടാറുണ്ട്.
എനിക്ക് ആ ഭക്ഷണത്തിൻ്റെ ആവശ്യം നിർബന്ധമില്ല. പക്ഷേ വിശന്നിട്ട് എത്രയോ ആൾക്കാർക്ക് ഞാൻ ദിവസവും ഭക്ഷണം കൊടുത്തു. അത് മഹാപുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ എത്രയോ വർഷം വന്നിട്ടുള്ള ആ പുണ്യങ്ങളെക്കാൾ മഹാപുണ്യമായിട്ട് ഭഗവാൻ കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ദർശനം എന്ന് പറയുന്നത് ഒരു മഹാദർശനമാണ്. ഈ മകരവിളക്ക് ദിവസം ആ ഹരിവരാസന പുരസ്കാരത്തിൻ്റെ ജേതാവായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ആനയിച്ചുകൊണ്ട് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും ഒക്കെ വന്ദിച്ച്, അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത അത്രയും വലിയൊരു ദർശന പുണ്യം ഇന്ന് എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ എത്രയും അഭിമതരായിട്ടുള്ള വാസവൻ സാറും പ്രമോദനെ പോലുള്ള ആൾക്കാരും പ്രശാന്തും ഒക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഭക്തനായി മാറുന്നു. ഞാൻ വലിയൊരു കവിയും കലാകാരനുമായി മാറുന്നു. ഇതൊക്കെ ഇല്ലെങ്കിൽ ഞാൻ കവിയും കലാകാരനും പേരിന് മാത്രമാണ്. എൻ്റെ ആ ഒരു കലാകാരൻ എന്നുള്ള ഭാവം പൂർണ്ണമാക്കുന്നത് ഇതുപോലുള്ള രംഗങ്ങളാണ്. ഈ രംഗങ്ങളെ ഞാൻ മനസ്സോട് ചേർക്കുന്നു. എല്ലാവരും ഒന്നാണ് എന്ന വലിയ പാഠമാണ് അയ്യപ്പൻ നമ്മെ പഠിപ്പിക്കുന്നത്. പുരസ്കാരം വാങ്ങാനെത്തിയ ദിവസം മഹാദർശനം കിട്ടുകയുണ്ടായി. തന്ത്രിയെയും മേൽശാന്തിയെയും വന്ദിക്കാൻ കഴിഞ്ഞു. ഇതുവരെ നേടാത്ത ദർശന പുണ്യമാണ് ഞാൻ നേടിയിരിക്കുന്നത്. എല്ലാവരുടെയും സ്നേഹം അനുഭവിക്കുമ്പോൾ വലിയ ഭക്തനായി മാറുന്നു എന്നും അപ്പോഴാണ് കവിയും കലാകാരനുമാകാൻ കഴിയുന്നത് എന്നും കൈതപ്രം പറഞ്ഞു. ശബരിമല സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുറമുഖം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ് ഹരിവരാസന പുരസ്കാരം കൈതപ്രത്തിന് സമ്മാനിച്ചത്. കഴിഞ്ഞ വർഷം തമിഴ് പിന്നണി ഗായകനായ PK വീരമണിദാസനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. 2012 സംസ്ഥാന സർക്കാർ ഹരിവരാസനം അവാർഡ് ഏർപ്പെടുത്തിയത്. ഒട്ടേറെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കൈതപ്രം രചിച്ചിട്ടുണ്ട്.